ഹലോ, വെൽക്കം ടു ഓട്ടോടോക്സ് ആണ്. നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ കളി, ഇന്ന് 2 കളി ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, പോയിന്റ് ടേബിളിൽ ലാസ്റ്റ് നിൽക്കുന്ന 2 ടീമുകൾ, അതായത് KKR അതുപോലെ തന്നെ GTയും പോയിന്റ് ടേബിൾ ടോപ്പ് നിൽക്കുന്ന 2 ടീമുകളായിട്ടുള്ള സൺറൈസേഴ്സും അതുപോലെ തന്നെ പഞ്ചാബും. ലാസ്റ്റ് അല്ല, 4 ടീമുകൾ ടോപ്പ് 4ൽ നിൽക്കുന്ന 2 ടീമുകളും ബോട്ടം 6ൽ നിൽക്കുന്ന 2 ടീമുകളും അങ്ങനെയായിരുന്നു. അപ്പോൾ ആസ് എ CSK ഫാൻ ഈ മോളിൽ നിൽക്കുന്ന 2 ടീമുകൾ ജയിക്കണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിച്ചത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അത് സംഭവിച്ചില്ല. ഫസ്റ്റ് കളിയിൽ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ KKR ജയിക്കുന്നു, രണ്ടാമത്തെ കളിയിൽ നോക്കുകയാണെങ്കിൽ GTയും ജയിക്കുന്നു. അപ്പോൾ ഇവർ രണ്ടുപേരും പ്ലേ ഓഫിനുള്ള സാധ്യതകൾ സജീവമാക്കുകയാണ് ചെയ്തത്. നമ്മൾ രാഷ്ട്രീയത്തെ 2-3 മത്സരം നോക്കി കഴിഞ്ഞാൽ RR തോക്കുന്നു, RCB തോക്കുന്നു. ടൂർണമെന്റ് പകുതി എത്തുമ്പോൾ തന്നെ ടോപ്പ് 4 സീൽ ചെയ്യപ്പെട്ടു എന്ന് പറയുന്ന ഒരു ടൂർണമെന്റിലാണ് ഇപ്പോൾ ലാസ്റ്റ് മിനിറ്റിൽ ഇമാതിരി ടിസ്റ്റൊക്കെ നടക്കുന്നത്. എന്തായാലും നല്ലതിനായിരിക്കും എന്ന് വിചാരിക്കുക. പിന്നെ ഇന്നത്തെ മത്സരം, ഫസ്റ്റ് മത്സരം എന്ന് പറയുന്നത് കിടിലൻ മത്സരം, നല്ല കിടിലൻ ലോ സ്കോർ ത്രില്ലർ ആയിരുന്നു. KKR അല്ലാതെ വേറെ ഏത് ടീമാണെങ്കിലും കുറച്ചുകൂടി ഈസി ആയിട്ട് ആ ടാർഗറ്റ് എത്തിയാനേ. പക്ഷെ KKR ആയതുകൊണ്ടും ബാറ്റ് ചെയ്യാൻ ആൾക്കാരുണ്ട്, പക്ഷെ എന്നാൽ പോലും കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് അവരെ സ്കോറിലോട്ട് എത്തിയത്. KKRന്റെ മത്സരത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ KKR ഭയങ്കര സ്ട്രഗ്ലിംഗ് ആയിട്ടുള്ള ഒരു ഫേസിലൂടെയാണ് കടന്നുകൊണ്ടിരുന്നത്. KKRന്റെ ഒരു മസ്റ്റ് വിൻ ഗെയിമാണ്. ഹൈദരാബാദിന് ഗ്രൗണ്ട്, ഹൈദരാബാദിന് ടോസ് കിട്ടുന്നു, ഹൈദരാബാദ് ബാറ്റിംഗ് എടുക്കുന്നു. അതിലൊന്നും ഒരു മാറ്റമില്ല. കാരണം ഹൈദരാബാദിന്റെ സ്വന്തം ഗ്രൗണ്ടിൽ ഫസ്റ്റ് ബാറ്റ് ചെയ്ത് 230-240 ഒക്കെ എടുത്താലാണ് അവർക്ക് ഡിഫെൻഡ് ചെയ്യാൻ സാധിക്കുള്ളൂ. റീസെന്റ് അവരെ ബോളിംഗ് മെച്ചപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും ബാറ്റിങ്ങിലോട്ടുള്ള ഒരു സ്ട്രെങ്ത് ബോളിങ്ങിലില്ല. അതായത് ബോളേഴ്സിനെ കൂടുതലായിട്ട് അങ്ങ് നമ്പാൻ പറ്റില്ല. ഭീഷൻ മലിംഗ നന്നായി എറിയുന്നു, ഹുസൈൻ നന്നായി എറിയുന്നു എന്നല്ലാതെ ബോളിംഗ് ഒരു വിശ്വസിക്കാൻ പറ്റാത്തൊരു ബോളിംഗ് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അത് അവർക്ക് നന്നായിട്ട് അറിയാം. കമിൻസ് ഉണ്ട്, ബോളിങ്ങിന് സ്ട്രെങ്ത് ഉണ്ട്, ഒക്കെ ഓക്കെയാണ്. ബട്ട് സ്റ്റിൽ ഫസ്റ്റ് ബാറ്റിംഗ് അവിടെ ചൂസ് ചെയ്യാൻ കാരണം അവരുടെ ബോളിങ്ങിനോടുള്ള വിശ്വാസത്തെക്കാളും കൂടുതൽ ബാറ്റിംഗ് സ്ട്രെങ്ത് ഉള്ളതുകൊണ്ടാണ്. അഭിഷേക് ശർമ്മ അതിൽ ഹെഡായിരുന്നു, നല്ല ഫോമിൽ തന്നെയാണ്. തീർച്ചയായിട്ടും KKRന്റെ ബിഗ് ബോളേഴ്സിനെ അടിച്ച് റൊട്ടിയാക്കി 10-140 റൺസ് അടിക്കാന്ന് വിചാരിച്ചിട്ട് അവർ രണ്ടുപേരും ഇറങ്ങിയിട്ടുണ്ടാവുക. അഭിഷേക് ശർമ്മ ഫസ്റ്റ് തൊട്ട് അടിക്കാൻ വലിയ ഹിറ്റുകൾക്ക് ശ്രമിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ അങ്ങനെ അടിക്കാൻ പറ്റുന്നില്ല, കണക്റ്റ് ആവുന്നില്ല. കാർത്തിക് താക്കിയുടെ ഒരു ബൗൺസറിൽ കുടുങ്ങി അഭിഷേക് ശർമ്മ ഔട്ടാവുന്നു. കുറച്ചുകൂടിയൊക്കെ ഒരു ക്ഷമ കാണിക്കാൻ തോന്നിപ്പോയി. കാരണം എല്ലാ ബോളും നമുക്ക് അടിക്കാൻ സാധിക്കില്ലല്ലോ. എന്തായാലും അഭിഷേക് ശർമ്മ ഔട്ടായതിനു ശേഷവും SRH അങ്ങനെ വലിയ ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഹെഡ് സെറ്റായി കഴിഞ്ഞു. ഹെഡിന്റെ കേസ് ഞാൻ എടുത്ത് പറഞ്ഞു കേട്ടോ. കാരണം കഴിഞ്ഞ കുറച്ച് കളിയിൽ ഹെഡ് ഫോം ഔട്ട് ആയപ്പോൾ ഹെഡിന് ടീമിൽ തട്ടണം എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ IPL 2-3 വർഷം മുന്നേ നോക്കിക്കഴിഞ്ഞാൽ ഈ പവർ പ്ലേയിൽ ഇമാതിരി കാടനടി ഫസ്റ്റ് ബോൾ തൊട്ട് പവർ പ്ലേ തീരണ വരെ 6ന് മാത്രം ട്രൈ ചെയ്യുന്നൊരു ട്രെൻഡ് വന്നിട്ട് അധികമൊന്നും ആയിട്ടില്ല. ആ ട്രെൻഡ് കൊണ്ടുവന്ന ആളെ ട്രാവിസ് ഹെഡാണ്. ഫ്രം ദ ഫസ്റ്റ് ബോൾ ഫേസ് ചെയ്യുന്ന എല്ലാ ബോളും ബൗണ്ടറിക്ക് വേണ്ടി ട്രൈ ചെയ്യുക എന്നുള്ളത് ട്രാവിസ് ഹെഡിന്റെ തിയറിയാണ്. അഭിഷേക് ശർമ്മയും സൂര്യവംശിയും പ്രിയാൻഷ് ആര്യയും തുടങ്ങി ഇപ്പോൾ എല്ലാ ഓപ്പണേഴ്സും ട്രൈ ചെയ്യുന്നതിൻ്റെ ഒരു തുടക്കം സ്റ്റാർട്ട് ചെയ്തത്, ഈ ഒരു റെവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്തത് ട്രാവിസ് ഹെഡാണ്. ട്രാവിസ് ഹെഡിന്റെ ബാറ്റിംഗ് ശൈലി നിങ്ങൾ നോക്കിയാൽ മതി. അയാൾ ക്രീസിൽ സെറ്റായി കഴിഞ്ഞാൽ എല്ലാ ബോളുകൾക്ക് ബൗണ്ടറി അടിക്കണം. അയാൾ അതിന് വേണ്ടി ട്രൈ ചെയ്യുള്ളൂ. ഇന്ന് നല്ലൊരു കിടലിന് ഇന്നിങ്സ് കളിച്ചു, നല്ലൊരു ഹാഫ് സെഞ്ചുറി വന്നു. ട്രാവിസ് ഹെഡും കിഷനും കൂടി നല്ലൊരു പാർട്ട്ണർഷിപ്പിൽ SRH നല്ല കിടലിനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവിടെ നരേനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, വരുൺ ചക്രവർത്തിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. രണ്ടുപേരും നല്ല ഫോമിലാണ്. നരേൻ 5 വിക്കറ്റ്, ഹാട്രിക്ക്, പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ്, 200 വിക്കറ്റ്, 1000 റൺസ്, സെഞ്ചുറി, അങ്ങനെ IPL ഇല്ലാത്ത റെക്കോർഡൊന്നുമില്ല. പെർഫെക്റ്റ് ഓൾറൗണ്ടർ, പെർഫെക്റ്റ് ഗോട്ട് ഓവർസീസ് പ്ലെയർ എവർ പ്ലേഡ് ഇൻ IPL, കണ്ണും പൊട്ടി പറയാം. അവിടെ ഒരു കോമ്പറ്റീഷന് പോലും ആരും ഇല്ലാന്നാണ് എനിക്ക് തോന്നുന്നത്. വാർണർ ആയാലും എബി വില്ലിയേഴ്സ് ആയാലും ഗെയിലായാലും ഒക്കെ കുറച്ച് പുറകിൽ തന്നെ വരത്തുള്ളൂ. അവിടെ ബെസ്റ്റ് ഓവർസീസ് പ്ലെയർ, IPL കളിച്ചതിലെ ഏറ്റവും ബെസ്റ്റ് ഓവർസീസ് പ്ലെയർ നരേൻ തന്നെയാണ്. ഇപ്പോൾ അദ്ദേഹം പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നും ഒരു കിടിലൻ സ്പെല്ല് വെച്ചു. KKR നല്ല 2 ബ്രേക്ക് ത്രൂ വിക്കറ്റ്, ഇഷൻ കിഷന്റെ വിക്കറ്റ്, സല്ലറോറുടെ വിക്കറ്റ്. പിന്നെ വരുൺ ചക്രവർത്തി ഫോമിലായിരുന്നു. അദ്ദേഹത്തിന്റെ പന്തുകളും പിക്ക് ചെയ്യാനായിട്ട് കുറച്ച് പാടുപെട്ടു. 3 വിക്കറ്റ് അദ്ദേഹം എടുത്തു. അദ്ദേഹമാണ് പ്ലെയർ ഓഫ് ദ മാച്ച്. 165 റൺസ് എടുത്തുള്ളൂ SRH, 19 ഓവർ ബാറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഈ SRH കഴിഞ്ഞ കുറച്ച് മത്സരങ്ങൾ ജയിച്ചപ്പോൾ കുറച്ച് പേര് അവർക്കൊരു വീരപരിവേഷം കൊടുക്കുന്നുണ്ട്. SRH ഭയങ്കര കംബാക്കാണ്. SRH അങ്ങനെ ഒരു എക്സ്ട്രാ ഓർഡിനറി കളി കളിച്ചായിട്ട് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. കഴിഞ്ഞ കളി മുംബൈക്കെതിരെ എക്സ്ട്രാ ഓർഡിനറി ബാറ്റിംഗ് ആയിരുന്നു, അത് സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല. പക്ഷേ ഇപ്പോഴും ഒരു ടോപ്പ് 3 കഴിയുമ്പോൾ SRH ബാറ്റ്സ്മാൻമാരെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ക്ലാസൻ, അഭിഷേക് ശർമ്മ, ഇഷൻ കിഷൻ, ഹെഡ്, ഇവർ കഴിയുമ്പോൾ ഇപ്പോൾ SRHൽ ആരാണ് ബാറ്റ് ചെയ്യുന്നത്? അനികേത് വർമ്മ അല്ലെങ്കിൽ നിതീഷ് കുമാർ റെഡ്ഡി. ഇന്ന് നിതീഷ് കുമാർ റെഡ്ഡി കളിച്ചിട്ടില്ല, പകരം രവിചന്ദ്രൻ എന്ന പ്ലെയറാണ് കളിച്ചത്. അദ്ദേഹം ഒന്നും ചെയ്തില്ല. അപ്പോൾ ഈ പ്ലെയേഴ്സ് ഇങ്ങോട്ട് വരുമ്പോൾ ഈ പ്ലെയേഴ്സ് ഒന്നും അങ്ങനെ ഫോമിലല്ല. അപ്പോൾ ടോപ്പ് ഓർഡറിനെ ഡിപ്പെൻഡ് ചെയ്ത് മാത്രം പോകുന്നു. ഇപ്പോൾ രാജസ്ഥാൻ ആയാലും ഗുജറാത്ത് ആയാലും ഈ പറയുന്ന SRH ആയാലും ടോപ്പ് ഓർഡർ പെട്ടെന്ന് കൊളാപ്സ് ആയി കഴിഞ്ഞാൽ ടീമിന്റെ ഗതി അല്പം ശോകമായിരിക്കും.
പവർ പ്ലേയിൽ 1-2 വിക്കറ്റ്സ് പോയി കഴിഞ്ഞാൽ. അപ്പം ഇന്ന് സാർജ് ഉണ്ടായതാണ് നല്ലൊരു കിഡിലൻ സ്റ്റാർട്ട് കിട്ടിയിട്ടാണ് 100 റൺസ് വരെയൊക്കെ പെട്ടെന്ന് എത്തിയിട്ടാണ് പിന്നീട് അങ്ങോട്ട് 165 റൺസിൽ ഓൾ ഔട്ടായി പോകുന്നത്. ഒരു ഓവർ ബാക്കിയായിരുന്നു. ആ സ്കോറിലോട്ട് KKR ആയതുകൊണ്ട് വളരെ പയ്യെ എത്തിയുള്ളൂ. കാരണം റഹാനെ പയ്യാണ് കളിച്ചത്, മെല്ലെയാണ് കളിച്ചത്. 119 സ്ട്രൈക്ക് റേറ്റിൽ റഹാനെയും 125 സ്ട്രൈക്ക് റേറ്റിൽ രഘുവംശിയും കളിക്കുമ്പോൾ ആ ടീം അങ്ങനെ എത്തുള്ളൂ. റിങ്കു സിംഗ് 2 സിക്സ് അടിച്ച് ഒരു 4 അടിച്ച് പെട്ടെന്ന് കളി തീർത്തു. കാരണം നെറ്റ് റൺ റേറ്റ് അത്യാവശ്യം ആവശ്യമുണ്ട് KKRന്, അതുകൊണ്ട് പെട്ടെന്ന് കളി തീർത്തു. അങ്ങനെ ഫസ്റ്റ് കളി KKR ജയിക്കുന്നു, SRH തോൽക്കുന്നു, ടോപ്പ് 4 വീണ്ടും മത്സരം ഒന്ന് ടൈറ്റ് ആവുന്നു. ഇനി രണ്ടാമത്തെ മത്സരത്തിൽ ആസ് എ CSK ഫാൻ GT പൊട്ടണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. GT ജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്ര നല്ലതല്ലല്ലോ. അതുകൊണ്ട് ഫുൾ സപ്പോർട്ട് പഞ്ചാബിനായിരുന്നു. പഞ്ചാബാണെങ്കിൽ തോൽവി അറിയാതെ വരികയായിരുന്നു. ഒരു തോൽവി കിട്ടി, രാജസ്ഥാനെതിരെ തോറ്റു. അതിനുശേഷം ഒന്ന് കരകയറാനായിട്ട് GTക്കെതിരെ വരികയായിരുന്നു. പക്ഷെ GTക്കെതിരെ വന്നപ്പോൾ അവിടെയും ഇത് തന്നെ GT ബോളേഴ്സിൻ്റെ സ്ട്രെങ്ത് അത് എടുത്ത് പറയണം. റബാഡ ആയാലും അതുപോലെ ഹോൾഡർ ആയാലും സിറാജ് ആയാലും ഒക്കെ എന്ത് പീക്കാണ്, കിഡിലിനായിട്ട് ബോൾ ചെയ്യുന്നു. ബേസ് ബോളിങ്ങിൻ്റെ ഒരു ഭീകര വേർഷൻ. ഈ ബെസ്റ്റ് ബേസ് ബോളിംഗ് യൂണിറ്റ് നിലവിൽ IPL കണ്ണും പൊട്ടി പറയാം RCBക്ക് മുകളിൽ എന്തായാലും വെക്കാൻ പറ്റും. അത്രയും കിഡിലൻ ബോളിംഗ് യൂണിറ്റാണ് GTക്കുള്ളത്. ഈ GTയുടെ ബോളിംഗ് സ്ട്രെങ്ത് അവരുടെ പവർ പ്ലേയിൽ തന്നെ അവർ എതിർ ടീമിൻ്റെ ടോപ്പ് ഓർഡർ വിക്കറ്റ്സ് ഇങ്ങനെ എടുത്തു പോവുകയാണ്. ഇന്ന് തന്നെ സിറാജും റബാഡയും കൂടി ഓപ്പണേഴ്സിനെ മടക്കി വയ്ക്കുന്നു. പിന്നീട് ഹോൾഡർ വരുന്നു. അതായത് തൻ്റെ ഒരു പീക്ക് ടൈമിൽ വേൾഡ് കപ്പിലൊക്കെ ഡിവില്ലിയേഴ്സ് എടുത്ത് അലക്കി വിട്ടൊരു ബോളറാണ് ഹോൾഡർ. ആ ഹോൾഡറിൻ്റെ ഈ ഒരു ഏജിൽ അദ്ദേഹം ഇത്രയും കിടലിനായിട്ട് കമ്പാക്ക് നടന്ന ഞാൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല. ഹാർഡ് ലെങ്ത്തിലുള്ള ബൗൺസേഴ്സ്, ബാറ്റ്സ്മാൻമാർക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള പേസും വാരിയേഷൻസും. ഇന്നും അദ്ദേഹമാണ് പ്ലെയർ ഓഫ് മാച്ച്. കിഡിലൻ ബോളിംഗ് ആയിരുന്നു, കിഡിലൻ സ്പെല്ലായിരുന്നു. ശ്രേയസ് അയ്യർ അടക്കം 50 അടിച്ച് ഷഡ്ജ് അടക്കമുള്ള കിഡിലൻ ബാറ്റ്സ്മാൻമാരെ ഒക്കെ പുള്ളി ആ മിഡിൽ ഓർഡർ അങ്ങ് സ്വീപ്പ് ചെയ്തെടുക്കേണ്ടായിരുന്നു. സിറാജിനും റബാഡയ്ക്കൊന്നും പ്രത്യേകിച്ച് പണിയൊന്നും എടുക്കേണ്ടി വന്നില്ല. അപ്പം കിഡിലൻ സ്പെല്ല് പുള്ളിയുടെ ഒരു ബോളിംഗ് മികവ് തന്നെയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ പഞ്ചാബിൻ്റെ ഇത്രയും മികച്ചൊരു ബാറ്റിംഗ് ലൈനപ്പ് 7-8 ബാറ്റ്സ്മാൻമാരുള്ള ആ ടീമിനെ ഈ ഒരു ചെറിയ സ്കോറിൽ ഒതുക്കാനായിട്ട് പറ്റിയത്. അത്രയും കിണ്ണ സ്പെല്ലായിരുന്നു, ഒന്നും പറയാനില്ല. ബാറ്റിങ്ങിലായാലും അദ്ദേഹം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ബോളിങ്ങിൽ ഈ ഒരു IPL സീസണോട് നോക്കി കഴിഞ്ഞാൽ ചെന്നൈക്ക് വേണ്ടി ജാമി ഓവർട്ടൺ എറിയുന്നു, അല്ലെങ്കിൽ ഗുജറാത്തിന് വേണ്ടിയിട്ട് ജെയ്സൺ ഓർഡറൊന്നും 11 പോലും ഇല്ലാത്ത പ്ലെയർ ആയിരുന്നു. പിന്നീട് ഫിലിപ്സിൻ്റെ ഫോമില്ലായ്മ കാരണം ടീമിലോട്ട് വന്നതാണ്. എന്നിട്ട് അവർ മാച്ച് വിന്നേഴ്സ് ആവുന്നൊരു കാഴ്ച, അതൊക്കെ ഒരു സത്യം പറഞ്ഞാൽ ഭയങ്കര ഇൻസ്പിറേഷൻ ആയിട്ടുള്ള കാര്യമാണ് ബാക്കി പ്ലെയേഴ്സിന്. 11-ലില്ലാത്ത, സാധാ 11-ലില്ലാത്ത, പ്രോ 11-ലില്ലാത്ത, മാച്ച് 11-ലില്ലാത്ത പ്ലെയേഴ്സാണ് പിന്നീട് വന്നിട്ട് മാച്ച് വിന്നേഴ്സ് ആവുന്നത്. ഗുജറാത്തിൻ്റെ ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു കഴിവാണ്, അല്ല ബാറ്റിംഗ് ഒന്നുമല്ല. ഗുജറാത്തിൻ്റെ ബാറ്റിംഗ് ഇന്നത്തെ ബാറ്റിംഗ് ആണ്. 163 ചേസ് ചെയ്യാൻ തന്നെ ലാസ്റ്റ് ഓവറിലെ സെക്കൻഡ് ലാസ്റ്റ് തേർഡ് ലാസ്റ്റ് ബോൾ വരെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. കാരണം ഗില്ല് പോയോടുകൂടി പവർ പ്ലേയിൽ പിന്നീട് റണ്ണ് വരില്ല. കാരണം സുദർശനാണ്, സായി സുദർശൻ പയ്യെ കളിക്കുകയുള്ളൂ. ബട്ട്ലറും പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ തീർന്നു. ഒരു ലോ സ്കോർ ചേസ് ആണെങ്കിൽ സുദർശൻ എങ്ങനെയും കൊണ്ടെത്തിക്കുമെന്ന് വിചാരിക്കുക. ഇന്ന് തന്നെ സുദർശൻ ഔട്ടായപ്പോൾ പ്രതീക്ഷ കയറുന്നതാണ്. ലാസ്റ്റ് സ്റ്റോയിൻസിൻ്റെ ഒരു ഫുൾ ടോസ് ബോൾ 6 അടിച്ച് കളി ജയിപ്പിച്ചില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ റിസൾട്ട് വേറെ ആയിപ്പോയാൻ. കാരണം അത്രത്തോളം ശോകം പറ്റിക്കുക. തിവാത്തിയൊക്കെ ഇപ്പോഴും എങ്ങനെയാണ് കുറച്ച് പ്ലെയേഴ്സ് ഉണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ. രാഹുൽ തിവാത്തിയ, ഷാറൂഖ് ഖാൻ രണ്ടുപേരും ഗുജറാത്തിലാണ്. അതുപോലെ അബ്ദുൾ സമദ്, ഇവരൊക്കെ വർഷങ്ങളോളമായിട്ട് ഇങ്ങനെ IPL കളിക്കുവാണ്. പക്ഷെ ഒരു ഇമ്പാക്ട്ഫുൾ ഇന്നിങ്സ് പോലും കളിക്കുന്നില്ല. സ്റ്റിൽ ഇവർ 11-ൽ വരുവാണ്. നേരെ മറിച്ച് വിഷ്ണു വിനോദിനെ പോലത്തെ ഒക്കെ പ്ലെയേഴ്സ് ഇപ്പോഴും ചാൻസിന് വേണ്ടിയിട്ട് ഇരിക്കുവാണ്, മറ്റേ ഡഗ്ഔട്ടിൽ ഇരിക്കുവാണ്. ഓരോ മത്സരത്തിൽ ചാൻസ് കിട്ടാനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. ആ സ്ഥാനത്താണ്. ഇവർക്കൊക്കെ എത്ര ചാൻസാണ് കിട്ടുന്നത്. ഷാറൂഖ് ഖാനൊക്കെ എനിക്ക് തോന്നുന്നു, ഞാൻ IPL അദ്ദേഹത്തെ കാണാൻ തുടങ്ങിയ അന്ന് തൊട്ട് ഇതുവരെ ഒരു ഇമ്പാക്ട്ഫുൾ ഇന്നിങ്സ് അദ്ദേഹം കളിച്ചായിട്ട് എൻ്റെ ഓർമ്മയിൽ പോലും ഇല്ല. തെവാത്തിക്ക് പിന്നെ 2-3 ഇന്നിങ്സ് ഉണ്ട്, അത് ഒഴിച്ചെടുത്ത് കഴിഞ്ഞാൽ തെവാത്തിക്കും ഇല്ല. ബട്ട് സ്റ്റിൽ ഇവരൊക്കെ ഇപ്പോഴും 11-ൽ കളിക്കുകയാണ്. അതൊക്കെ അത്ഭുതമായിട്ട് സത്യം പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ മത്സരത്തിൽ ലാസ്റ്റ് ഓവറിലാണെങ്കിൽ പോലും ഗുജറാത്ത് വിജയിച്ചിട്ടുണ്ട്. പഞ്ചാബിനെ തോൽപ്പിക്കാന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല അവരുടെ ബാറ്റിംഗ് സ്ട്രെങ്ത് ഒക്കെ വെച്ചിട്ട്. ബട്ട് സ്റ്റിൽ പഞ്ചാബ് ലാസ്റ്റ് ഓവർ വരെ കൊണ്ടുപോയത് അവരുടെ ബോളിംഗ് മികവാണ് എന്ന് പറയുന്നതിനേക്കാളും കൂടുതൽ ഗുജറാത്തിൻ്റെ ബാറ്റിങ്ങിലുള്ള പ്രശ്നങ്ങളാണ്. ഒരു വലിയ സ്കോർക്ക് ചേസ് ചെയ്യാനായിട്ട് ഗുജറാത്തിന് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് പറ്റില്ല. അപ്പോൾ ബട്ട്ലറും ഗില്ല് ഔട്ടായി കഴിഞ്ഞാൽ അത് അതിലോട്ട് എത്തില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് ഇന്നത്തെ ഒരു ചേസ് എന്ന് പറയുന്നത്. എന്തായാലും മത്സരത്തിൽ ഗുജറാത്ത് ജയിച്ചു. ഗുജറാത്തിന് കോൺഫിഡൻസ് ആണ്, അവർ ടോപ്പ് 4-ലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നാളത്തെ 2 മത്സരമുണ്ട്. നാളത്തെയും മറ്റന്നാളത്തെയും മത്സരം രസകരമായിട്ടുള്ള മത്സരമാണ്. കാരണം ലാസ്റ്റ് നിൽക്കുന്ന 4 ടീമുകളാണ്. LSG, മുംബൈ, അതുപോലെ തന്നെ DC, ചെന്നൈ, ഈ 4 ടീമുകൾ. അപ്പോൾ നാളത്തെയും മറ്റന്നാളത്തെയും മത്സരം എന്തായാലും നല്ല രസകരമുള്ള മത്സരമായിരിക്കും. അപ്പോൾ ഇന്നത്തെ മാച്ചിൽ ജയിച്ച 2 ടീമുകളും പ്ലേ ഓഫ് സാധ്യത സജീവമാക്കിയിട്ടുണ്ട്.
തോറ്റ ടീമുകളുടെ കാര്യങ്ങൾ കുറച്ച് കൺസേണിങ് ആണ്. കാരണം അവരുടെ മത്സരത്തിൽ ഇപ്പോൾ പഞ്ചാബിനൊക്കെ വെച്ചിട്ട് അവരുടെ ടോപ്പ് ഓർഡർ ഫെയിൽ ആയതൊക്കെ കൺസേണിങ് ആണ്. പ്ലേ ഓഫിൽ അങ്ങനെ വരാതിരിക്കാനായിട്ട് അവർ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ അടുത്ത വീഡിയോ നാളെ വരുന്നതായിരിക്കും. താങ്ക് യു.